ആലപ്പുഴ MLA ആയിരിക്കുന്ന തോമസിനെയും കൂടെ ഉണ്ടായിരുന്ന ആളെയും അടിച്ച് തലയടിച്ച് പൊട്ടിച്ച് കൈയും തല്ലി ഓടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനാണെന്ന് ഓമന പേര് വിട്ട് നടന്ന എത്ര വർഷമായി. ഇതാണ് പിണറായി വിജയൻ. വണ്ടി കൊണ്ട് എടുത്തിട്ട് പറഞ്ഞു ആ SNDPയുടെ കേസുണ്ടല്ലോ, അഡ്വക്കേറ്റ് സന്തോഷിന്റെ ആ കേസ് ഫയൽ എടുത്തൊക്കെ വെച്ചേക്കാൻ പറഞ്ഞു. കേസ് ഫയൽ എടുത്ത് മുകളിലോട്ട് വെക്കുന്നു, കേസിൽ പരിവർത്തനം വരുത്തുന്നു ഇയാള് വിനോദ് കുമാർ. ഞാൻ പിണറായിയെ പോയി നേരിട്ട് കണ്ടതാ അന്ന്. സത്യം അന്ന് PC ജോർജ് ആണ് എന്നെ കാണാനൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി. എവിടെ മഹേശന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇത്ര ഞാൻ പറഞ്ഞു, വികാരപരമായി ഞാൻ പറയണം. ഐ മീൻ ടെലിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്ലസ് ഡിപ്പാർട്ട്മെന്റൽ ഡിസിപ്ലിനറി ആക്ഷൻ വേണമെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൻ. ഐ അപ്രോച്ച് സോ മെനി ടൈംസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബന്ധവുമില്ലാത്ത പല കേസുകളിലും 120B ഗൂഢാലോചന ഏറ്റിട്ട് എന്നെ അങ്ങ് പ്രതിയാക്കിയിട്ട് 12 കേസിൽ. അതാണ് പിണറായിസം. ആരോടും എന്തും ചെയ്യുമായിരുന്നു. നീതിബോധം നഷ്ടപ്പെട്ട ഒരു കേരളമാണ് ഇത്. ഇനിയൊരു പുതിയ ഉണ്ടാകട്ടെ, ഇനി നന്മയുള്ള കാലം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹേശന്റെ കേസിൽ അന്വേഷണം നടത്തും സതീശൻ എന്ന് പരിപൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഒന്നും നടത്താൻ പോലും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലഘട്ടം ഇരുണ്ട കാലഘട്ടമല്ലേ. പിണറായി സാറിലായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ജസ്റ്റിസ് ഉണ്ടോ? നിങ്ങളും നോക്കി ഈ കേരളം കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഗവൺമെന്റ്മാരൊക്കെ കരഞ്ഞു നടക്കുന്നതിന്റെ കാരണം എന്നാ? നീതി ശരിയായ വഴിക്ക് ദിശയിലേക്ക് പോകുമ്പോൾ പറയുന്നത് ഇത് FIR എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയെന്ന് ഒരു കാര്യവുമില്ല. ഇപ്പൊ തന്നെ ആലപ്പുഴ MLA ആയിരിക്കുന്ന തോമസിനെയും കൂടെ ഉണ്ടായിരുന്ന ആളെയും അടിച്ച് തലയടിച്ച് പൊട്ടിച്ച് കൈയും തല്ലി ഓടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനാണെന്ന് ഓമന പേര് വിട്ട് നടന്ന എത്ര വർഷമായി? 23-ലുണ്ടായ സംഭവമല്ലേ അത്? ആ 3 കൊല്ലം കഴിഞ്ഞില്ലേ ശരിയായ ദിശയിലേക്ക് അന്വേഷണം വരാനായിട്ട്? ഇതാണ് പിണറായി വിജയൻ. എന്നെ കള്ളക്കേസിൽ പ്രതിയാക്കിയില്ലേ? അതായത് എൻ്റെ പേരിൽ ഒരാളൊരു സ്വകാര്യ അന്യായം കൊടുക്കുന്നു പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ. അവിടെയുള്ള ഒരു ഗോപാൽ എന്ന് പറഞ്ഞു വരുന്നത് ആ സ്വകാര്യ അന്യായം 156(3) CRPC പ്രകാരം പാലാ സ്റ്റേഷനിലേക്ക് അയക്കുന്നു. എൻ്റെ പേരിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു ബാബു സുഭാഷ്, അദ്ദേഹം DYSP ആയിട്ടാണ് പെൻഷൻ പറ്റുന്നത്. ആ DYSP ആയിട്ട് പെൻഷൻ പറ്റി ബാബു സുഭാഷ് ഉൾപ്പെടെ ഉള്ള ആളുകൾ അന്വേഷണം നടത്തിയിട്ട് ഇത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്, ഇത് നിലനിൽക്കുന്നതല്ല, ഇത് ഫാൾസ് ആണെന്നുള്ള രീതിയിൽ ഫാക്ച്വൽ റിപ്പോർട്ട് SP-ക്ക് കൊടുക്കുന്നു റെഫർ എഴുതാൻ വേണ്ടിയിട്ട്. എന്താ ഇവരുടെ കേസ് എന്നാ? ഞങ്ങളുടെ 10-23 ഏക്കർ സ്ഥലം SNDP യൂണിയന് വേണ്ടി മേടിക്കാൻ തീരുമാനിക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു. ഞങ്ങളുടെ അതനുസരിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കടം മേടിച്ച കാശാണെങ്കിൽ അത് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ചെക്ക് വഴി മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ. ചെക്ക് എന്ന് പറയുന്നത് ഞാൻ സെക്രട്ടറിയാണ്, ഞാനും എൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു മിസ്റ്റർ ഗോപിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരോട് ഒപ്പിടുന്ന ചെക്കുകളാണ് ഈ ഉടമസ്ഥർ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ ആദ്യം ഒരു 8 ഏക്കർ 5 ഏക്കർ എഴുതാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയി 8 ഏക്കർ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതുന്നു. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു എഴുതാനായിട്ട്. അപ്പോൾ ഈ എഴുതാൻ വേണ്ടി വന്നപ്പോഴത്തേനും ഞങ്ങൾ 3 കോടിക്ക് അത് മേടിക്കുന്ന സ്ഥലം. 3 കോടി വസ്തുവിന് വില വെച്ച് എഴുതണമെങ്കിൽ 36 ലക്ഷം രൂപയോളം അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരും. അപ്പം ഞങ്ങളുടെ പൈസയില്ല, കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ചെങ്കിലും എഴുതിയിട്ടൊരു കോളേജിന് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നൊരു വിചാരത്തിൽ സ്വപ്നത്തിൽ വേണം. അതിന് പ്രസിഡന്റ് ചുമതലപ്പെടുത്തി അദ്ദേഹം പോയി 8 ഏക്കർ അദ്ദേഹത്തിൻ്റെ പേർക്ക്, പ്രസിഡന്റിന്റെ പേർക്കാണ് നിയമപരമായി. ഞങ്ങളുടെ സെക്രട്ടറി റോളില്ല, ഞാൻ ആധാരത്തിലൊരു സാക്ഷി പോലുമല്ല. എഴുതി കഴിഞ്ഞപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? എഴുതുന്നതിന് മുമ്പായിട്ട് വിപുലമായ യോഗം വിളിച്ചു കൂട്ടി എഴുതാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഭാഗം എഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, യൂണിയൻ ഭാരവാഹികൾ, യൂണിയൻ കമ്മിറ്റി, കൗൺസില് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്തു. സർക്കാർ നിശ്ചയിച്ച താരിഫ് വിലയ്ക്ക് വസ്തു രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു വേണമെങ്കിൽ ഒരു തെറ്റെന്ന് വേണം പറയാം. തെറ്റാണോ അത്? അല്ല, ഞങ്ങളുടെ പൈസ ഇല്ല. അങ്ങനെ തീരുമാനമെടുത്തത് മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ട് ഇത് പോയി രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ ഈ 8 ഏക്കർ എഴുതിയപ്പോൾ അവിടുത്തെ താരിഫ് 14,30,000 രൂപയുള്ളൂ താരിഫ് വില, സർക്കാർ വില. ബാക്കി 2,86,00,000 രൂപ ഞാൻ കട്ടണമെന്ന് പറഞ്ഞു ഈ വാദിയുടെ കേസ്. ആ അന്യായത്തിനകത്ത് ഞാൻ ഒരു സ്ഥലത്ത് 1,62,00,000 കട്ടുന്നു, 1,39,00,000 കട്ടുന്നു, 2,86,00,000 കട്ടുന്നു ഒക്കെ പറഞ്ഞിട്ട് പല വേർഷൻസ് ആണ്. ജോസഫ് T. ജോൺ എന്ന് പറയുന്ന ഒരു പാലായിലുള്ളൊരു വക്കീലുണ്ട്. ഇവനാണ് ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തത്. ഞാൻ പിണറായിയുടെ ഒരു കാര്യമേ പറയാം, നിയമപരമായൊരു വശം കൂടിയേ പറയാം. ഇത് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ട് ഇത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, ഫാൾസ് ആണ്. അത് മുഴുവൻ രേഖകളും പോലീസ് വെരിഫൈ ചെയ്തപ്പോൾ 1 പൈസയുടെ 50 പൈസയുടെ വ്യത്യാസമില്ല ഇതിനകത്ത്.
ഇത് ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ സമയത്താണ് 2015 BDJS ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ CPM-നെ അറ്റാക്ക് ചെയ്ത് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അപ്പം കോട്ടയം ഗവൺമെൻറ് കോളേജിൽ 85-88 വർഷത്തിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അന്ന് എൻ്റെ സെയിം ബാച്ചിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ജിയോളജിക്ക് പഠിച്ചിരുന്ന VG വിനോദ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പോലീസിൽ SI ആയിട്ട് കയറി. അന്നേരം അയാൾ ഈ ഫാക്ച്വൽ റിപ്പോർട്ട് ചെയ്യലും കോട്ടയം DCRB DYSP കോട്ടയത്ത് DCRB DYSP നോക്കുമ്പോൾ KM സന്തോഷ് കുമാർ അഡ്വക്കേറ്റ്, എൻ്റെ പേര് കാണുന്നു. അന്ന് VN വാസവൻ CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. വാസവനും ഇവരുടെ വലിയ മാനസപുത്രന്മാരാണ്. അങ്ങോട്ടും നിരവധി കള്ളക്കേസുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ് ഈ വിനോദ് കുമാറും വാസവനും. ഇത് കണ്ടു വാസവനുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഇതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇടുകയാണ്. ഇത് റഫ് എഴുതാൻ കൊടുത്ത കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ എന്നെ പൂട്ടണം. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ട് നേരെ ഇത് പാലായിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. മൂന്നാം പക്കം വിനോദ് കുമാർ, പാലാ DYSP. എനിക്ക് വണ്ടി ഇയാൾ DYSP ആയിട്ട് ചാർജ് എടുക്കാൻ വന്നപ്പോഴേ താഴെ സർക്കിൾ ഓഫീസും മോൾ DYSP ഓഫീസും വണ്ടി കൊണ്ട് എടുത്തിട്ട് പറഞ്ഞു, ആ SNDP-യുടെ കേസുണ്ടല്ലോ അഡ്വക്കേറ്റ് സന്തോഷിൻ്റെ ആ കേസ് ഫയൽ എടുത്തൊക്കെ വെച്ചേക്കാൻ പറഞ്ഞു. കേസ് ഫയൽ എടുത്ത് മുകളിലോട്ട് വെക്കുന്നു. കേസിൽ പരിവർത്തനം വരുത്തുന്നു ഇയാൾ വിനോദ് കുമാർ. വസ്തു തന്നവരെ കൂടെ പ്രതിയാക്കുന്നു. എൻ്റെ ഓഫീസിലെ സ്റ്റാഫും 2 സ്റ്റാഫും കൗൺസിലിലെ കുറേ പേരെല്ലാം കൂടെ 89 പേരെ അങ്ങ് പ്രതിയാക്കി. എന്നിട്ട് എനിക്ക് മാത്രം 41 CRPC നോട്ടീസ് വരുന്നു. 41 CRPC എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു കംപ്ലൈസ് വിത്ത് നോട്ടീസ് ഹി ഷാൽ നോട്ട് ബി അറസ്റ്റഡ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ലോ സെയ്സ്. ഐ കംപ്ലൈ വിത്ത് ദ നോട്ടീസ്. അതെ, എനിക്കൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ സ്റ്റാഫും ഡോക്യുമെന്റ്സും എല്ലാവരും അവിടെ ചെല്ലുന്നു. ഞാൻ ചെന്ന് 2ാം നിലയിൽ CA ഓഫീസിലോട്ട് കയറുമ്പോൾ VG വിനോദ് കുമാർ ഉൾപ്പെടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ട്രാപ്പായിരുന്നു. പാലാ DYSPക്ക് കീഴിലുള്ള ഈരാറ്റുപേട്ട, മേലുകാവ്, മരങ്ങാട്ടുപള്ളി, കിടങ്ങൂര് തുടങ്ങിയ മുഴുവൻ സ്റ്റേഷനിലും CIമാരും SIമാരും വന്ന് വാതിലും കടന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് വെച്ച് 2,86 ലക്ഷം രൂപ കട്ടെടുത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിസ്റ്റർ വിനോദ് കുമാർ, എനിക്ക് കക്കേണ്ട കാര്യമില്ല, കക്കാനെടുക്കത്തുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവകാശപ്പെട്ട ശമ്പളം പോലും എടുക്കാതെ 10-17 വർഷം യൂണിയൻ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ആളെ. ഇയാൾ എടുത്തു വായനോട്, നീ വലിയ വക്കീലല്ലേ, നീ കോടതി പോയി തെളിയിച്ചോളാൻ. ഇവന് ഞാൻ ഒരു കാലത്ത് പഠിച്ചവനാന്ന് ഓർത്തു വേണം. അപ്പോഴേക്ക് മനസ്സിലായി ഇവൻ്റെ ടോൺ മാറും. പറഞ്ഞു തീർന്നില്ല. 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേനും മിറ്റം, പോലീസ് സ്റ്റേഷൻ്റെ മിറ്റം മുഴുവൻ സർവ്വ ചാനലുകളും, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ചാനലുകളും വന്നിരിക്കുന്നു. ഇവൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന ആ സ്റ്റേഷനകത്തിരുന്നു പത്രസമ്മേളനം. ആ പത്രസമ്മേളനം പോലും ഇല്ലീഗലാണ്. പത്രസമ്മേളനം നടത്തുന്നു. ഇവനെ ഭൂമി തട്ടിപ്പ്, മറ്റേതാ മറിച്ചതെല്ലാം. എൻ്റെ പേര് കള്ള റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ട് എഴുതി എന്നെ കൊണ്ടുവന്ന് കോടതി ഹാജരാക്കി. ഈ 2,86 ലക്ഷം രൂപ കട്ടെടുത്തിട്ടാണ് കോടതി ചോദിക്കുന്നത്. ഒരു ലേഡിയായിരുന്നു മജിസ്ട്രേറ്റ്. അവരുമായിട്ട് ഇയാൾ ഒത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരെ പോയി നേരത്തെ കണ്ടെന്നൊക്കെയാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മജിസ്ട്രേറ്റ് ഇവരെ റിമാൻഡ് ചെയ്തു. പോട്ടെ, ഭയങ്കര ദേശാഭിമാനി ഒരാഴ്ച ആഘോഷിക്കുകയായിരുന്നു. ഫ്രണ്ട് പേജ് വാർത്തയായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തതും അതും ഇതും, ഞാൻ ജയിലിൽ കിടന്നു പോയെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ പോലീസ് കസ്റ്റഡി വാങ്ങും. ഈ മേടിച്ച സ്ഥലത്ത്, കുന്നൊന്നിക്കുമ്പോഴുള്ള സ്ഥലം, ആ സ്ഥലത്ത് എന്നെ കൊണ്ട് പോയി തെളിവെടുക്കുന്നു. എന്നാ തെളിവെടുക്കാനാ? വസ്തു തന്നവൻ്റെ വീട് ചോറ്റാനിക്കരയ്ക്ക് എന്നെ കൊണ്ടുപോയി. എൻ്റെ വക്കീലാഫീസിൽ കൊണ്ടുനടന്നു. എൻ്റെ യൂണിയൻ ഓഫീസിൽ വന്നു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ മകള് അന്ന് 7ാം ക്ലാസ്സിലായിട്ട് പഠിക്കുകയാണ്. 7-ലും 8-ലും പഠിക്കുക. 2016 പിണറായി വന്നപ്പോൾ ആദ്യത്തെ പ്രയോഗ. അന്ന് എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള വീഡിയോ ഞാൻ തരാം. ഞാൻ അവിടെ വെച്ച് വെല്ലുവിളിക്കുന്നുണ്ട് പിണറായിനെ. പാലാ സ്റ്റേഷൻ്റെ മുറ്റത്ത് വെച്ച് വെല്ലുവിളിച്ചാണ് സംസാരിക്കുന്നത്. ആണ് പിണറായി. ബാക്കി ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് എന്നെ കൊണ്ടുവന്നു, എന്നെ റിമാൻഡ് ചെയ്ത് ഇവിടെ മുഴുവൻ കൊണ്ടു കടന്ന് തെളിവെടുക്കാന്ന് പറഞ്ഞു എന്നെ നാട്ടിക്കുക. എനിക്ക് BP കൂടിയിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള പലരും എൻ്റെ കൂടെ ആശുപത്രി വന്നു. അതിനെൻ്റെ അവിടെ വെച്ചിട്ട് അതിലെൻ്റെ കൂടെയുള്ള ഒരു ബന്ധമില്ലാത്തവരെ പോലീസിനെ കുത്തിരുന്നു. അടുത്ത കള്ളക്കേസ് അവിടെ എടുക്കുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പം കോടതി 3ാം പൊക്കെ എനിക്ക് ജാമ്യം തരുന്നു. അപ്പോൾ കണ്ടീഷനാണ് എല്ലാ ദിവസവും ബുധനാഴ്ച ദിവസം പോയി ഒപ്പിടുന്നു. അപ്പോൾ അവൻ ഒപ്പിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഒരു ജയേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് SIയും പറഞ്ഞു പൊക്കോ. CI ഞാൻ കണ്ടു. CIയും പറഞ്ഞു പൊക്കോ. അതിൽ ഉണ്ടാക്കാൻ CI ആയിരുന്നു ടോമി സുഭാഷ് എടുത്തത്. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ അയാൾ കേൾക്കത്തില്ല. അയാൾ നിസ്സഹായനാണ്.
വൈകുന്നേരം 4 മണിയായപ്പോൾ ജയേന്ദ്രൻ എസ് ഐ എന്നെ തപ്പി വന്നിരിക്കുക. ഞാൻ പറഞ്ഞു എന്നെ അടിയുന്ന ഞാൻ പറഞ്ഞാൽ ഒപ്പിട്ടാണല്ലോ. പിന്നെ അയാളെ വലിയ നടപടിയെടുത്തു. അതായത് ഞാൻ ബെയിൽ കണ്ടീഷൻ ജമ്പ് ചെയ്തെന്ന് കോടതി കൊണ്ട് പെറ്റീഷൻ ഇട്ടു. ഈ ജയേന്ദ്രൻ്റെ മൊഴി കള്ളമൊഴി എഴുതി ഉണ്ടാക്കിയിട്ട്, അതാണ് പിണറായി, കള്ളമൊഴി എഴുതി ഉണ്ടാക്കിയിട്ട് കോടതി കൊടുത്തു. കോടതി അത് തള്ളി. എൻ്റെ ഞാൻ ബെയിലിൻ്റെ കണ്ടീഷൻ പാലിച്ചില്ല, അതുകൊണ്ട് എൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പെറ്റീഷൻ കൊടുത്തു, തള്ളി. അവസാനം ഞാനിതിനെതിരെ പരാതി കൊടുത്തു, ഈ നടപടിക്കെതിരായിട്ട്. ആ നടപടിക്ക് കൊടുത്തനുസരിച്ച് വിജിലൻസ് ഡയറക്ടർക്കും DGPക്കും എല്ലാം കൊടുത്ത്. അതിനകത്ത് 3 പരാതികൾ വന്നത് എൻ്റെ പരാതിയിൽ അന്വേഷിക്കാൻ വന്നത്. ഒന്ന് കറുപ്പസ്വാമി IPS, മറ്റൊന്ന് AG ലാൽ, അയാൾ ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു. മറ്റേ കറുപ്പസ്വാമിയും പിന്നീട് ഇടുക്കി, അന്ന് വൈക്കി ASP ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പേ 33 ഡോക്യുമെന്റ്സ് ഹാജരാക്കി, 33 പ്രമാണങ്ങൾ. അത് ഞാൻ ഈ പൈസ കട്ടെടുത്തിട്ട് ഞാൻ സ്ഥലം മേടിച്ചെന്നും, ഞാൻ വക്കീലാഫീസ് ഉണ്ടാക്കിയെന്നും, ഞാൻ കളിവെള്ളം ഉണ്ടാക്കിയെന്നും, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കാറ് മേടിച്ചു കൊടുത്തെന്നൊക്കെയാണ് വിനോദ് കുമാർ അല്ലെ പിണറായിയുടെ പോലീസ് കള്ളക്കഥ ഉണ്ടാക്കിയത്. പിണറായിയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഞാൻ പിണറായിയെ പോയി നേരിട്ട് കണ്ടതാ അന്ന്. സത്യം അന്ന് PC ജോർജ് ആണ് എന്നെ കാണാനൊക്കെ അനുവദിച്ചത്, അതിനുള്ള സൗകര്യം ഉണ്ടാക്കി. എവിടെ ഞാൻ പറഞ്ഞ ഇപ്പം മഹേശന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇത്ര ഞാൻ പറഞ്ഞു, വികാരപരമായി ഞാൻ പറയണം. ഐ മീൻ ടെലിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ്. എന്നിട്ട് എന്നോട് ദ്രോഹം കേട്ടോണം. എൻ്റെ അച്ഛൻ 1993 അദ്ദേഹത്തിൻ്റെ വസ്തു ഇഷ്ടദാനം എനിക്ക് എഴുതുന്നത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ കൂടി. ആ ഇഷ്ടദാനം എനിക്ക് 10-12 സ്ഥലത്ത് സ്ഥലം എൻ്റെ അപ്പം തന്നിട്ടുണ്ട്. ആ സ്ഥലത്തിലെ ഒരു ഷെഡ്യൂളാണ് 21.5 കോൽ നീളമുള്ള കുന്നത്തൂറം വരുന്ന ഇരുട്ടുകുത്തി വള്ളം. ഇരുട്ടുകുത്തി B വിഭാഗത്തിൽപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ കളിക്കുന്ന വള്ളമാണ്. ഈ വള്ളം എനിക്ക് അന്ന് തന്നു എൻ്റെ അച്ഛൻ. SNDPക്ക് സ്ഥലം മേടിക്കുന്നത് 2012 93 എനിക്ക് ആധാരപ്രകാരം കിട്ടിയ കളിവെള്ളം ഞാൻ ഇതിൽ നിന്ന് കട്ടെടുത്ത് ഉണ്ടാക്കിയെന്നാണ് VG വിനോദ് കുമാർ കേസ് ഉണ്ടാക്കിയത്. എൻ്റെ വക്കീലാഫീസ് ഞാൻ 2004 12 സെന്റ് സ്ഥലം ഏറ്റുമാറ്റി വാങ്ങിച്ചു സ്കൂളിൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ 2005 ഒക്ടോബറിലാണ് യൂണിയൻ്റെ ഭാരവാഹിയാകുന്നത്. അതിന് മുമ്പ് ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ കട്ടെടുത്തെന്നാണ് എൻ്റെ ഒരു കേസ്. ആ കട്ടെടുത്ത് കാശ് കൊണ്ട് ഇത് മേടിച്ചെന്നാണ് ഈ കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ. അടുത്തത് കാറ് ഞാൻ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിൻ്റെ ഭാര്യയുടെ, അതിൽ അടച്ചതിന് മുഴുവൻ ഡോക്യുമെന്റ്സ്, ഇതെല്ലാം ഞാൻ തെളിവുകൾ മൊത്തം ഹാജരാക്കി. സർവ്വ ഡോക്യുമെന്റ്സും കണ്ടപ്പം കറുപ്പസ്വാമി സത്യസന്ധമായ റിപ്പോർട്ട് ആദ്യം അയച്ചു. ഇത് മിസ്യൂസ് ഓഫ് പവറാണ്, ഇത് ഫേബ്രിക്കേഷനാണ്, എന്നെ അപമാനിക്കാൻ ചെയ്തതാണ്. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയതിനേക്കാൾ യാതൊരു തെളിവുകളും ഇല്ലാതെ ഇത് അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടി ചെയ്തതാണെന്നും ഒക്കെ പറഞ്ഞു. ലാൽ എഴുതിനകത്ത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിലൂടെ ജഡ്ജ്മെന്റിലൂടെ കോട്ട് ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്ലസ് ഡിപ്പാർട്ട്മെന്റൽ ഡിസിപ്ലിനറി ആക്ഷൻ വേണമെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൻ. ഐ അപ്രോച്ച് സോ മെനി ടൈംസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബന്ധവുമില്ലാത്ത പല കേസുകളിലും 120B ഗൂഢാലോചന ഏറ്റിട്ട് എന്നെ അങ്ങ് പ്രതിയാക്കി 8-10-12 കേസിൽ, ഈരാറ്റുപേട്ടയിലും പാലായിലും. എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത കേസുകളിൽ എന്നെ അങ്ങ് പ്രതിയാക്കുകയാണ്. അവസാനം കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് ഞാൻ പ്രതിയാണെന്ന് അറിയുന്നത്. ഞാൻ ഒളിവിലാണെന്ന് എഴുതി വെക്കുന്നത്. പിണറായിയുടെ പോലീസിന്റെ മഹത്വം ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒളിവിലാണ് എഴുതി വെച്ച് ചാർജ് തരിക. 3-4 കേസായപ്പം ഈ വിനോദ് കുമാർ എന്ത് ചെയ്തു? എന്നെ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടി റിപ്പോർട്ട് അയച്ചു. ഈ 3 കേസുകളാവും ഗുണ്ടയാവുമല്ലോ. ഞാൻ എന്ത് ഗുണ്ടയാ? എൻ്റെ പോയിട്ട് കൂടെ പറപ്പേ, ഞാൻ എന്ത് ഗുണ്ടയാ? അതാണ് പിണറായിസം. ആരോടും എന്തും ചെയ്യുമായിരുന്നു. നീതിബോധം നഷ്ടപ്പെട്ട ഒരു കേരളമാണ്. ഇതിൽ ഇനിയൊരു പുതിയ ഉണ്ടാകട്ടെ, ഇനി നന്മയുള്ള കാലം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹേശന്റെ കേസിൽ അന്വേഷണം നടത്തും സതീശൻ എന്ന് പരിപൂർണ്ണ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.